ശരി, നിങ്ങളെന്താ ഇവിടെ? അതൊന്നും പറയണ്ട. എന്റെ അളിയ നാട്ടിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു. അവൻ ഞാൻ വന്നളിയ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് നിക്കുവാന്ന് പറഞ്ഞു. ആ ബ്രിഡ്ജിന്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചു. അതെന്താ ഹൗരാന്നോ ഏതാണോ അവൻ പറഞ്ഞു. ഹൗറ ബ്രിഡ്ജോ? ഹൗറ അതവൻ ടെലിഫോണിൽ കൂടെ പറഞ്ഞു. ആദ്യം എവിടെയത്? എന്താ കളിയാക്കലൊന്നും വേണ്ട. ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കുന്നത്? പിന്നെ ഹൗറ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. ഹൗറ ബ്രിഡ്ജ് എവിടെയെന്ന് വെച്ചാ പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ദൈവമേ നമ്മുടെ നാട്ടിൽ ഈ ഹൗറ ബ്രിഡ്ജ് കാണിച്ചെന്നായിരുന്നല്ലേ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ അമ്പലം പടുത്ത് തന്നേനെ. അത് നാട്ടിലെവിടെ ഹൗറ ബ്രിഡ്ജ്? ഓ അത് ശരിയാണല്ലോ. ഇനി പളീനെ നോക്കാം, അതാ നല്ലത്. അളിയാ നിങ്ങൾ വല്ല ടെൻഷൻ ആയിരിക്കുന്നു. വാ ചായ കുടിക്കാൻ പോവാ. ദോ ചായ ദേ. അതെ, ഏയ് കാശ് ഞാൻ കൊടുക്കാം. മസാലപ്പാൽ ഓർഡർ ചെയ്തു. ഓ അത് ശരി. ദോ ജിഗ്രിതെന്താ ദൂത്. ദൂത് എന്നാ പാല്, ജിഗ്രിതെന്താ ദൂത് എന്ന് പറഞ്ഞാൽ മസാല പാലെന്നർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ. ആ അതല്ലേ പറയാൻ പറ്റൂ. ഓ ഇതാണോ അത്? ഇതെന്താ ഒറ്റ വലി കുടിച്ചാ? അതൊന്നുമില്ല, നല്ല രുചിയല്ലേ. വായി വെച്ച വടിക്കട്ടെ. ശരി എന്നാ ഒന്നുകൂടെ കൊടുക്ക്. വേണ്ട. അയ്യോ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടം പോലെ പറഞ്ഞു, ഞാൻ കുടിക്കാ. അതെ, നമ്മുടെ പേരെന്താ? ബാനർജി. ബാനർജി? അത് നമ്മുടെ നാട്ടിലെ പേരല്ലല്ലോ. കറക്റ്റ്. എന്റെ ഒറിജിനൽ പേര് കുട്ടൻ. അയ്യോ, സിനിമ ബാനർ കെട്ടുന്ന കാരണം ബാനര കുട്ടാന്ന് വിളിക്കാൻ തുടങ്ങി. അതെനിക്ക് അശേഷം ഇഷ്ടമല്ല. ഉടനെ എന്ത് ചെയ്തു? ശിവാജി, നെഹ്റുജി, നേതാജി എന്നൊക്കെ പറയില്ലേ, അതിന്നൊരു ജി എടുത്ത് ബാനറിന്റെ കൂടെ ചേർത്തു. അന്ന് മുതൽ ഇന്ന് വരെ ബാനർജി എന്ന എന്റെ പേര്. ഓഹോ, കൽക്കട്ടയില് ബാനർജി ഭയങ്കര ഫേമസാ. ഞാൻ വേൾഡ് മുഴുവൻ ഫേമസ്. ഏയ് ഒന്നുകൂടി എടുക്കടാ. എന്താ ചേട്ടൻ ചോദിക്കുന്നേ? ഇനി മുതൽ ഞാനേ ചോദിക്കൂ. വൺ മോർ. ദൂത് ജിഗിരി. നല്ലവണ്ണം കുടിച്ചല്ലേ? ഈ ജിഗിരി എന്താ സൂപ്പർ. അതെയോ? ഒഴുകി പോകുമ്പോൾ അങ്ങനെയാ? ഇതെന്താ കട കൊണ്ടുപോകുന്നത്? അത് അവന്റെ കടയല്ലേ, കൊണ്ടുപോക്കോട്ടെ. ടാറ്റാ. ഇതെന്താ ഒരു ടാറ്റ കാണിക്കുന്നത്? ക്രിക്കറ്റ് മാച്ച് നടക്കും ചേട്ടാ. അളിയും വന്നില്ലേ? ഇപ്പൊ വരും. വരണം. വരുന്നേ. വരണം. എനിക്കെന്തോ കപ്പലിരിക്കുന്ന മാതിരി തോന്നുന്നു. ചുറ്റും വെള്ളമുള്ളത് പോലെ തോന്നുന്നുണ്ടോ? അതെ. കുടിച്ചത് കൂടിപ്പോയി. എന്നാ എനിക്കിത് വേണ്ട. എന്താ ഉടഞ്ഞ ശബ്ദം കേട്ടെ? അപ്പൊ തറയല്ല വീണ്. അല്ല എനിക്ക് മാത്രം ഇവിടെ എന്താ കറങ്ങുന്ന പോലെ തോന്നുന്നേ? മനസ്സിൽ വിഷമമുണ്ടായി. അങ്ങനെ അത് ഉടനെ ആരോടെങ്കിലും പറയണം. എന്നാ ഞാൻ പറഞ്ഞേക്കാം. എന്നാ വാ.